തരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴക്കൂട്ടം നിയമം മണ്ഡലങ്ങളിൽ ഇനി ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ്. അതായത് കഴക്കൂട്ടം നിയമം മണ്ഡലങ്ങളിലാണ് BJP വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അങ്ങനെയാണ് ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ. നരേന്ദ്രമോദിയുടെ സ്ഥിരം വാർത്തയാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ. നരേന്ദ്രമോദി ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ ഭരണവും കേന്ദ്ര ഭരണവുമാണ്. പക്ഷേ ഇവിടെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് അമൃത് ഭാരത് പദ്ധതി പ്രകാരം നഗര വികസനം സംബന്ധിച്ച് ഫണ്ടുകൾ അലോട്ട് ചെയ്യുന്നത് കേന്ദ്രമാണ്. അപ്പോൾ അതും MLA ഫണ്ടും കോർപ്പറേഷൻ ഫണ്ടുമായി ചേർത്തിട്ട് ഒരു വലിയൊരു നഗര വികസന ഫണ്ട് തന്നെ ഇവിടെ ഏർപ്പാടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്നുകൊണ്ട് ഞാൻ പറയാൻ കാര്യം. അതിന് ഉത്തമമായ നേതാക്കന്മാരാണ് ഈ നേമത്തെന്നും കഴക്കൂട് നിന്നും വിജയിച്ചിട്ടുള്ളത്. ഒന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയും നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരനുമായ രാജീവ് ചന്ദ്രശേഖരനും, കഴക്കൂട്ടം ജയിച്ചത് മുൻ കേന്ദ്രമന്ത്രിയും മുൻ സംസ്ഥാന അധ്യക്ഷനുമൊക്കെയായ V മുരളീധരനാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അമൃത് ഭാരത് പദ്ധതി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും കോർപ്പറേഷനെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനും MLA ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിൽ കൂടുതൽ വികസനം കൊണ്ടുപോകാനും സാധ്യമാകുന്ന രണ്ട് MLAമാരാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള കഴക്കൂട്ടത്തിനും നേമത്തിനും കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ എനിക്കിത് പറയാനുള്ളത് കഴക്കൂട്ടം നേമം നിയമസഭാ മണ്ഡലങ്ങളിൽ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.